നാമം ഏഴയനിക്കിമ്പനാമം. യേശുനാമം അതിശയനാമം ഏഴയനിക്കിമ്പനാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങും നിൻ തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങും നിൻ തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. യേശുനാമം അതിശയനാമം ഏഴയനിക്കിമ്പനാമം. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നാം ക്രിസ്തുവിൽ ആയി തീർന്നിരിക്കുന്നു എന്നതിൻ്റെ പ്രകടമായ തെളിവാണ് സ്നേഹം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. 1 യോഹന്നാൻ 3:14. 1 യോഹന്നാൻ 4:11 ഇപ്രകാരമാണ്: ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹത്തിലധികമായി സ്വാർത്ഥപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹമാണ് നമ്മിൽ കൂടുതലായുള്ളത് എങ്കിൽ നാം സൂക്ഷിക്കണം. സ്വാർത്ഥപരമായ കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള ശ്രമമാണല്ലോ സകല അതിക്രമത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും ഒക്കെ മൂല കാരണം. സ്നേഹത്തെക്കാൾ ഉപരി നമ്മുടെ പരിപാടികൾക്കും പ്രവർത്തനങ്ങൾക്കും ആണോ നാം മുൻതൂക്കം നൽകുന്നത്? സ്നേഹത്തിന് വേണ്ടിയുള്ള വാഞ്ചയേക്കാൾ അത്ഭുത സിദ്ധികൾക്ക് വേണ്ടിയുള്ള വാഞ്ചയ്ക്കാണോ നാം മുൻതൂക്കം നൽകുന്നത്? പൗലോസ് പറയുന്നത്, സ്നേഹമില്ല എങ്കിൽ ഒന്നുമില്ല. എല്ലാം അറിഞ്ഞാലും പറഞ്ഞാലും നേടിയെടുത്താലും സ്നേഹമില്ല എങ്കിൽ നാം ചെയ്യുന്ന പ്രവൃത്തികൾക്കൊന്നും തന്നെ ഒരു വിലയും ഇല്ല. ഒരു ചെറിയ സംഖ്യയെ 0 കൊണ്ട് ഗുണിച്ചാലും ഒരു വലിയ സംഖ്യയെ 0 കൊണ്ട് ഗുണിച്ചാലും ഫലം 0 തന്നെയാണ്. വലിയ കാര്യം സാധിച്ചു എന്ന സ്വയം തൃപ്തനായാലും സ്നേഹം ഇല്ല എങ്കിൽ ഫലം 0 തന്നെ. ഇന്ന് നമുക്ക് വേണ്ടത് കർത്താവിൻ്റെ മേൽത്തരമായ സ്നേഹമാണ്. കാര്യസാധ്യത്തിനായിട്ടുള്ള വെറും താണതരം സ്നേഹം കൊണ്ട് കർത്താവിൻ്റെ മേൽത്തരമായ സ്നേഹത്തിന് മായം ചേർക്കുകയല്ലേ നാം ചെയ്യുന്നത്? എല്ലാം സഹിക്കുകയും പൊറുക്കുകയും പ്രത്യാശിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന സ്നേഹം വെറും വികാരത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ഏത് വ്യക്തിയും വിലപ്പെട്ടവനാണെന്നും ദൈവത്തിന് ആരെയും വിലപ്പെട്ടവനും വലിയവനും ആക്കുവാൻ കഴിയുമെന്നും മനസ്സിലാക്കി ഓരോ വ്യക്തിയിലും ഉള്ള സാധ്യതയും മേന്മയും കാണുവാൻ തയ്യാറാകുമ്പോൾ നമുക്കെല്ലാവരെയും സ്നേഹിപ്പാൻ കഴിയും. ആൽബർട്ട് ന്യൂറൽ എന്ന ചിത്രകാരൻ്റെ പ്രസിദ്ധമായ ചിത്രമാണ് പ്രാർത്ഥിക്കുന്ന കരങ്ങൾ. ജർമ്മൻകാരനായ പ്രിൻസും ആൽബർട്ടും അവർ സഹോദരന്മാരാണ്. ഇരുവർക്കും ചിത്രകല അഭ്യസിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ദാരിദ്ര്യം അവരെ തടസ്സപ്പെടുത്തി. ചിത്രകല എങ്ങനെയും അഭ്യസിക്കണമെന്ന് അവർ ചിന്തിച്ചു. അനുജനായ ആൽബർട്ടിൻ്റെ ഉള്ളിൽ പൊന്തി വന്ന ആശയം അവൻ ചേട്ടനോട് പറഞ്ഞു. ചേട്ടൻ ഒരു കാര്യം ചെയ്യുക, ചിത്രകല പഠിക്കാനായി പോകുക. ചേട്ടന് ആവശ്യമുള്ള പണം ഞാൻ ജോലി ചെയ്ത് നൽകാം. തൻ്റെ അനുജന് ചിത്രകലയോട് നല്ല താല്പര്യമുണ്ടെന്ന് പ്രിൻസിന് അറിയാമായിരുന്നു. എങ്കിലും അവൻ തന്നോടുള്ള സ്നേഹനിമിത്തം അവൻ്റെ ആഗ്രഹം ഉപേക്ഷിപ്പാൻ തയ്യാറായത് കണ്ട ജ്യേഷ്ഠൻ്റെ ഹൃദയം നൊന്തു. ജ്യേഷ്ഠൻ അനുജനോട് പറഞ്ഞു, നീ എന്നെക്കാൾ ചെറുപ്പമാണ്, അതിനാൽ നീ ചിത്രകല പഠിക്കണം. നിനക്ക് വേണ്ടി ഞാൻ പണിയെടുത്ത് പണം കണ്ടെത്തിക്കൊള്ളാം. ചേട്ടൻ തനിക്ക് വേണ്ടി പണിയെടുക്കുന്നതിനെ അനുജൻ എതിർത്തു. എങ്കിലും ഒടുവിൽ അവർ ഇരുവരും ഒരു തീരുമാനം എടുത്തു. ആദ്യം അനുജനായ ആൽബർട്ട് ചിത്രകല പഠിക്കട്ടെ, അതിനുശേഷം ചേട്ടൻ ചിത്രകല പഠിക്കും. ആൽബർട്ട് ചിത്രകല പഠനം തുടങ്ങി. അവനാവശ്യമായ പണം ഫാക്ടറിയിൽ പണിയെടുത്ത്
ജ്യേഷ്ഠൻ കൊടുത്തുകൊണ്ടിരുന്നു. ആൽബർട്ട് നല്ല ഒരു ചിത്രകാരനായി പുറത്തു വന്നു. തുടർന്ന് ജ്യേഷ്ഠൻ ചിത്രകല പഠനത്തിനും അനുജൻ ഫാക്ടറി ജോലിക്കും പോകുവാനുള്ള തവണയായി. സഹോദരന്മാർ തമ്മിൽ ഒരുമിച്ച് ചേർന്നു. അവരുടെ സ്നേഹം അണപൊട്ടിയൊഴുകി. അവർ പരസ്പരം ആലിംഗനം ചെയ്തു. അപ്പോഴാണ് ആൽബർട്ട് ഒരു കാര്യം മനസ്സിലാക്കിയത്. തൻ്റെ ചേട്ടൻ്റെ കൈകൾ പെൻസിൽ പിടിക്കുവാൻ വയ്യാത്ത വിധം പൊട്ടിത്തഴമ്പായിരിക്കുന്നു. ആൽബർട്ട് പൊട്ടിക്കരഞ്ഞു. അവൻ്റെ ഹൃദയം സഹോദരനോടുള്ള സ്നേഹത്തിൽ വിങ്ങിപ്പൊട്ടി. തൻ്റെ ചേട്ടൻ തനിക്ക് വേണ്ടി എത്രമാത്രം ഫാക്ടറിയിൽ കഷ്ടപ്പെട്ട് പണിയെടുത്തിരിക്കുന്നു എന്ന് ആൽബർട്ട് മനസ്സിലാക്കി. ആ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മഹത്വം എത്ര വലുതാണ്. ആൽബർട്ട് ദുഃഖത്തോടെ തൻ്റെ ജ്യേഷ്ഠനോട് പറഞ്ഞു, ചേട്ടൻ്റെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഉജ്ജ്വല കഥ പറയുന്ന ഈ കരങ്ങളുടെ ചിത്രം ഞാൻ വരയ്ക്കും. അതെന്നും മനുഷ്യഹൃദയങ്ങളിൽ ജീവിക്കും. ആൽബർട്ട് ആ കരങ്ങൾ തൻ്റെ ക്യാൻവാസിൽ വരച്ചു. അതാണ് പ്രാർത്ഥിക്കുന്ന കരങ്ങൾ. ഇന്ന് മനുഷ്യഹൃദയങ്ങളിൽ ജീവിക്കുന്ന ചിത്രമാണിത്. ആൽബർട്ടിൻ്റെയും പ്രിൻസിൻ്റെയും സ്നേഹം ത്യാഗം ചെയ്യുന്നതിന് ഇടയാക്കി. ത്യാഗം ചെയ്യുന്ന ഈ സ്നേഹമാണ് ഇന്ന് നമുക്ക് ആവശ്യം. ത്യാഗം ചെയ്യുന്ന ഈ സ്നേഹമാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. യേശു കർത്താവ് പറഞ്ഞു, നാം തമ്മിൽ സ്നേഹിക്കണം. ഈ വലിയ സ്നേഹം തന്നെയല്ലേ കാൽവരി കുരിശിൽ കർത്താവ് നമുക്ക് നൽകിയത്. സ്നേഹം അത് പങ്കുവയ്ക്കും തോറും വർദ്ധിച്ചു കൊണ്ടിരിക്കും. മടുത്തു പോകാതെ സ്നേഹം കൊടുത്തുകൊണ്ടിരുന്നാൽ സ്നേഹം നിരസിക്കുന്നവരെയും ഈ സ്നേഹം രൂപാന്തരപ്പെടുത്തും. ലെറ്റ് us grow in the wonder of this love. Let us surrender to the call of love. Let us be the channel of this love. കർത്താവേ, നിന്റെ സ്നേഹത്തിൻ്റെ നിറവ് ദിനംതോറും പ്രാപിച്ച് ഈ സ്നേഹത്തെ പങ്കുവെക്കുവാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെടുത്ത് എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്ധ്യനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴനിക്കിമ്പനാമം. ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. കുരുടർക്കും ഓടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നൽകും നാമം. കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നൽകും നാമം. ശ്രീയേശുനാമം അതിശയ